ഇപ്പോൾ ഒത്തിരി പിള്ളേർ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നുണ്ടല്ലേ? അതിനുള്ള കാരണം വ്യക്തമാണല്ലോ. ഇപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടത് തന്നെയാണ്. കാരണം ബാക്കി എല്ലാ പ്രൊഫഷനും ജോലിയില്ലാതെ വിഷമിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും കോവിഡ് സമയത്ത് എത്ര നഴ്സുമാർക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നതും നഴ്സുമാർക്ക് തന്നെയായിരുന്നു. അതിലൂടെ ആൾക്കാർക്ക് മനസ്സിലായി എങ്ങനെയൊക്കെ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നഴ്സുമാരുടെ ജോബിൻ്റെ കാര്യത്തിൽ ആ സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് കൂടുതലായിട്ടും പിള്ളേർ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും പിള്ളേർ കൂടുതലും നഴ്സിംഗ് കഴിഞ്ഞു കഴിഞ്ഞാലേ വിദേശ രാജ്യത്തേക്കാണല്ലോ പോകുന്നത്. വിദേശ രാജ്യം എന്ന് പറയുമ്പോൾ അതിന് റീസൺ വ്യക്തമല്ലേ. ഇപ്പം പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ സ്റ്റാറ്റസ്, അതുമാത്രമല്ല അവരിപ്പം വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൊളീഗ്സ് അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ മറ്റു രാജ്യങ്ങളിലുള്ളവരായിരിക്കും. അപ്പോൾ അവരുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടുന്ന അറിവ്, നോളജ്, കൾച്ചറൽ ഡിഫറൻസ് മനസ്സിലാക്കാനുള്ള അതിലൂടെ ആ ഇമ്പ്രൂവ്മെന്റ് അവർ ചെയ്യുന്ന ഇമ്പ്രൂവ്മെന്റ് ഇതൊക്കെ അതിന്റെ റീസൺ തന്നെയാണ്. സാലറിയും ഒരു റീസൺ ആയിരിക്കും. സാലറി വ്യക്തമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. ഇപ്പം അത് മാത്രമല്ല, ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, ജോബിൽ നിന്ന് ഇപ്പം അവിടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഓവർ ടൈം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു റെമ്യൂണറേഷൻ, നല്ലൊരു സാലറി കിട്ടുമ്പോൾ ഉറപ്പായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരുന്ന ഒന്നാണല്ലോ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സംഭവം. അല്ലാതെ മറ്റ് ഒന്നിലൂടെ നേടാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെന്റ്, സോഷ്യൽ സെക്യൂരിറ്റി, അതോടൊപ്പം തന്നെ വൈദഗ്ധ്യമായ കൾച്ചറുകൾ മനസ്സിലാക്കാനും പഠിക്കാനുള്ള ഒരു കഴിവ്, അവസരങ്ങൾ ഒക്കെ ഇതിൻ്റെ ഒരു റീസൺ ആണ്. ഇപ്പോൾ ആ കോവിഡ് സമയത്ത് വ്യക്തമായ കാര്യമാണ്. എന്താന്ന് പറഞ്ഞാലും ഏതൊക്കെ പ്രൊഫഷൻ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും നഴ്സിംഗ് പ്രൊഫഷൻ ഒരിക്കലും താഴത്തേക്ക് പോകില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇഷ്ടംപോലെ പിള്ളേർ നഴ്സിംഗ് പഠിക്കാൻ പോകാനുള്ള റീസണും ഉറപ്പായിട്ടും. അതോടൊപ്പം തന്നെ ഇപ്പം പറയുവാണെങ്കിൽ പേഷ്യൻ്റ് നേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ നാട് പോലെയല്ല. അവിടെ നേഴ്സ് പേഷ്യൻ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും സഫീഷ്യൻ്റ് ആയിട്ടുള്ള നേഴ്സുമാർ അവർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവസരങ്ങൾ കൂടുതലാണ്.